ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? നമുക്കൊരു യാത്ര പോയതിൻ്റെ റീക്യാപ്പ് ആയാലോ? ഹായ്, ഇറ്റ്സ് മീ അനിറ്റ. മാൾട്ട എയർലൈൻസിലാണ് നമ്മുടെ യാത്ര. അപ്പം അതേപോലെ തന്നെ വിൻഡോ സീറ്റ്. നമ്മൾ ആദ്യം ചെന്നിറങ്ങിയത് റോം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ദെൻ അവിടെ നിന്ന് ആഡിസ് അബബ ഇൻ്റർനാഷണൽ എയർപോർട്ട്, എത്യോപ്യ. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. എത്യോപ്യൻ എയർലൈൻസാണ് എടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ആഡിസ് അബബ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടെ നിന്ന് കിളിമഞ്ചാരോ. ഫസ്റ്റ് ടൈം ആട്ടോ എത്യോപ്യൻ എയർലൈൻസിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ മാൾട്ടയിൽ വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈയും കൂടിയാണത്. എന്നുവെച്ചാൽ യൂറോപ്പിലല്ലാണ്ട് അതർ കൺട്രിയിലേക്ക് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ വിൻഡോ സീറ്റ് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ്. നമുക്ക് ഇവിടെയും വിൻഡോ സീറ്റ് കിട്ടി. പിന്നെ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ മൂവി കാണാമെന്ന് വെച്ചപ്പോൾ മൊത്തം മലയാളം മൂവീസ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് വന്നു. വിശന്നിട്ടാണോയെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും വേവാത്ത ചിക്കനും കാര്യങ്ങളൊക്കെ ആയിരുന്നാലും നല്ല വിശപ്പിൻ്റെ വിളിയുള്ള കാരണം നല്ലോണം ആസ്വദിച്ച് ഞാൻ കഴിച്ചു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ദാ സൂര്യൻ ഉദിക്കാറായി നിൽക്കണോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡമായ എത്യോപ്യയുടെ ആഡിസ് അബബ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ ഈ ലാൻഡിങ്ങിൽ. എന്താണെന്നല്ലേ, ഏഷ്യയും യൂറോപ്പും കൂടാണ്ട് എൻ്റെ മൂന്നാമത്തെ ഭൂഖണ്ഡമായ ആഫ്രിക്കയിലേക്കും ഞാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആഡിസ് അബബ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അടുത്ത കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കിളിമഞ്ചാരോയിലേക്ക്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കിളിമഞ്ചാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഒരു ചെറിയ എയർപോർട്ടാണ്, പക്ഷേ ഇവിടെ ഭയങ്കര വലിയ ചെക്കിംഗ് ആയിരുന്നു. ദെൻ ആഫ്റ്റർ എ ലോങ് ടൈം സ്റ്റാമ്പ് ചെയ്തു പാസ്പോർട്ടിൽ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. ഇപ്പം നമ്മളെ കാത്ത് അബ്ദുൾ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ടൂർ പാക്കേജ് മൊത്തം കോർഡിനേറ്റ് ചെയ്തത് അബ്ദുളും അബ്ദുളുടെ ഏജൻസിയാണ്. എൻ്റെ കിളിമഞ്ചാരോ ഹൈക്കിങ്ങും വൈൽഡ് ലൈഫ് സഫാരിയും വില്ലേജ് പാക്കേജ് ടൂറും എല്ലാം. അങ്ങനെ യാത്രകൾ തുടർന്നു. നമുക്ക് പിന്നെ യൂറോ കൺവേർട്ട് ചെയ്ത് ടാൻസാനിയ ഷില്ലിങ്സ് ആക്കണമായിരുന്നു. അങ്ങനെ കറൻസി എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ലഞ്ച് കഴിക്കാൻ വന്നു. അതും സ്പെഷ്യൽ ടാൻസാനിയൻ ലഞ്ച് തന്നെയാണ് നമ്മൾ കഴിച്ചത്, ഒപ്പം ഒരു മാംഗോ ജ്യൂസും. നമ്മൾ യാത്ര വീണ്ടും തുടർന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര അബ്ദുളിൻ്റെ വില്ലേജിലേക്കാണ്. തനി ആഫ്രിക്കൻ ടിപ്പിക്കൽ വില്ലേജ് തന്നെയായിരുന്നു പോകുന്ന വഴിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്, റോഡും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമുക്ക് വില്ലേജ് വിശേഷങ്ങൾ കാണാം. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.